അതെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെയാണ് കേട്ടോ. അപ്പൊ തുടങ്ങിയാലോ? ആദ്യം തന്നെ ഒരു കിടുക്കാച്ചി ഇൻട്രോ എടുക്കാന്ന് ഞാൻ ആലോചിച്ചു. പക്ഷെ ഈ ഒരു ഇൻട്രോ ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. സാരമില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. പക്ഷെ ഒരു BGM കൂടെ വേണമായിരുന്നു. ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഗ്രേസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അരൂരിലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. കൂടാതെ നല്ല മഴയുണ്ട്, ജൂൺ മാസം അല്ലേ, സ്കൂളൊക്കെ തുറക്കുന്ന സമയത്ത് എല്ലാവരും കൂടെയൊക്കെ അത് അടിപൊളിയാണല്ലോ. അതുപോലെ തന്നെ ഇന്നൊരു ഗ്രീൻ ഡേ ആണ്. എല്ലാവരും പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. സോ ഞാനും എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട ഒരു പച്ച ഡ്രസ്സൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ പച്ച ഡ്രസ്സ്. അപ്പോൾ നമുക്ക് കുട്ടികളെയൊക്കെ പോയി കാണാം, സ്കൂളിലത്തെ കാര്യങ്ങളൊക്കെ പോയി നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിനം മുഴുവനും നമ്മളൊരു സ്കൂൾ കിഡിനെ പോലെ ഞാനും മറകാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് കമോ. മഴയൊക്കെ ആയതുകൊണ്ട് എന്താ ശരി ചാടിച്ചാടി പോകാം. അപ്പോൾ ഞാൻ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു, ചാടിച്ചാടിയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ സൂക്ഷിച്ചു കൊണ്ടാണ്. മഴ നനഞ്ഞ് ഞാനും എൻ്റെ കൂട്ടുകാരൻ ഒരു കോഴിയെ പോലെയായി. അവസാനം നമ്മുടെ സ്ഥലത്തെത്തി. നേരെ അവൻ്റെ അകത്തേക്ക് ഞാൻ കയറാൻ പോയി. എന്തായാലും കയറിയല്ലേ പറ്റൂ. ഞാൻ ഈ കാണുന്ന പോലെയല്ല ഗൈസ്, എനിക്ക് ചെറിയൊരു നാണമൊക്കെ വരും കേട്ടോ, അത് കുട്ടികളുടെ മുമ്പിൽ പോലും. സോ എന്തായാലും എല്ലാവരും ഞെട്ടിയുള്ളൊരു നോട്ടം ഉണ്ടായിരുന്നു. ചിലവർ ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് കാണിച്ച് ഒരു രസമായിരുന്നു അതൊക്കെ. ഇവരുടെ കണ്ണും നോക്കിയിരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പെട്ടിരിക്കുകയാണ് ഗൈസ്, ഞാൻ ശരിക്കും പെട്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ആവുന്ന പോലെ എൻ്റെ 18ാം ട്രിക്ക് ഞാൻ അങ്ങോട്ട് എടുത്തു. നിങ്ങളെല്ലാവരും അഭയ ചേട്ടാന്ന് വിളിച്ചാണ്. ഓക്കെ, നിങ്ങളൊന്ന് അഭയ ചേട്ടാന്ന് വിളിച്ചേ, ഞാനൊന്ന് കേൾക്കട്ടെ. ഒന്നുകൂടെ വിളിച്ചേ. എന്റെ ഫേവറേറ്റ് കളർ എന്താണെന്നറിയാമോ? ഗ്രീൻ. എനിക്ക് ഗ്രീനാണ് ഇഷ്ടം. ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ദിവസം തന്നെ എനിക്ക് വരാൻ പറ്റിയാൽ ഒരുപാട് സന്തോഷം. ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ 18ാം ട്രിക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഗ്രീൻ ആണ്. ഈ ദിവസം ഗ്രീൻ ആണ്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ കുറെ പറഞ്ഞു കുട്ടികൾ പതുക്കെ നമ്മുടെ അടുത്തേക്ക് വരാൻ തുടങ്ങിയട്ടെ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? സോ ഞാൻ ആദ്യം തന്നെ ആലോചിച്ചു, നമ്മുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആണ് കുട്ടികളെ കയ്യിലെടുക്കുന്നത്. അത് കുറച്ച് ട്രിക്ക് കാര്യങ്ങളുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് അവരുടെ മുമ്പിൽ വലിയ ആളാക്കി എടുക്കാം. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ കുറേ ചോദ്യങ്ങളും പിന്നെ കുറച്ച് പസിൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോഴേക്കും അവർ വേഗം തന്നെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പം എല്ലാവരും ഭയങ്കര സൈലന്റ് ആയി. പിന്നെ ഓരോ പേരുടെ പേരുകൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി. ഇതിൽ ചില കുട്ടികളുടെ പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര വെറൈറ്റിയാണ്. ഞാൻ പോലും കേട്ടിട്ടില്ല, അത്രക്ക് തരമുള്ള പേരുകളൊക്കെയാണ്. ഞാൻ കുറേ പേരുകൾ കേട്ട് ഞെട്ടിയെന്ന് പറയാം. എന്നെ കൂടുതലായിട്ട് ഞെട്ടിച്ച കാര്യം എന്താണെന്നറിയാമോ? എല്ലാവരുടെയും ചിരിയാണ്. ഞാൻ ചോദിക്കുമ്പോൾ എല്ലാവരും ഒരു ചിരിച്ചുകൊണ്ടുള്ള ഒരു രീതിയുണ്ട്. എൻ്റെ മോനെ അതൊരു രക്ഷയില്ലാത്ത ഐറ്റമാണ് കേട്ടോ. ചില കുട്ടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര നാണക്കാരാണ് കേട്ടോ. ഞാൻ അവരുടെ അടുത്ത് ചെന്നാൽ മാത്രമേ അവരെനിക്ക് ഉത്തരങ്ങൾ നൽകത്തുള്ളൂ. പിന്നെ എനിക്കാണെങ്കിൽ അധികം കേൾക്കാനും കഴിയുന്നില്ല. പിന്നെ ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് ചെവി കൂർത്ത് വിളിച്ചിട്ടാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇവിടെയാണ് എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ആ ചോദ്യം. ഒരു പേര് ഞാൻ ചോദിച്ചതാണ്. ഞാൻ അവൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവൻ എനിക്ക് ഉമ്മയാണ് തന്നത്. ഞാൻ അവനോട് പേരാണ് ചോദിച്ചത്, പക്ഷെ അടുത്ത് ചെന്നപ്പോൾ ഉമ്മയെന്ന് അവൻ വിചാരിച്ച്. ഇനി നമ്മുടെ 19ാം ട്രിക്ക്. മെല്ലെ യൂട്യൂബ് കാണാറുണ്ട്. ഓക്കെ, എന്താണ് യൂട്യൂബിൽ കാണുന്നത്? ബാർബി. അങ്ങനെ ബഹളം വെച്ച കുട്ടികളെ ഞാൻ അവസാനം പിടിച്ചു നിർത്തി. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ച ഒരു കാര്യമാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഞാൻ തന്നെ ആകെ ഞെട്ടിപ്പോയെന്ന് പറയാം. എന്റെ വീഡിയോസ് ആണ് കൂടുതൽ കാണുന്നത്. ആണോ? അപ്പൊ എന്റെ ഒരു വീഡിയോസ് കാണുന്ന ഒരാളാണ് കേട്ടോ. ആരാണ് പിന്നെ എന്റെ വീഡിയോ കാണുന്നത്? താങ്കൾ. എന്റെ വീഡിയോസ് തന്നെ കണ്ടിട്ട് ഓർമ്മയുണ്ടോ എനിക്ക്? ഏതാണോ? ബിസ്ക്കറ്റിന്റെ വീഡിയോസ് കാണാറുണ്ട്. സത്യത്തിൽ നമ്മുടെ യൂട്യൂബ് കാണുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണ്. ഈ ഒരു കുട്ടികളും കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഒരുപാട് സന്തോഷം വന്ന് ആകെ ഒരു ഗൂസ് ബംപ്സും എനിക്ക് തോന്നി. വാവ്, എന്റെ 16ാം വയസ്സ് മുതലുള്ള ആഗ്രഹമാണ് ഇതുപോലെ ഇങ്ങനെ കുട്ടികളുടെ അടുത്ത് വന്നിട്ട് ഇരുന്ന് കുറെ നേരം സ്പെൻഡ് ചെയ്ത് അവരുടെ അടുത്ത് വർത്താനം പറഞ്ഞ് ചില്ല് ചെയ്യുന്നത്. ശരി, പുഷപ്പ് അടിക്കാൻ അറിയാവുന്ന ആരൊക്കെയാണ്?
ഇവന്മാര് പുഷപ്പ് അടിക്കുന്നത് മുതുകത്താണ്, കൈകളിലല്ല. ശരിക്കും പറഞ്ഞാൽ ചെസ്റ്റിനും കൈകൾക്കാണ് നമ്മൾ കൂടുതൽ ഫിറ്റ്നസ് കൊടുക്കേണ്ടത്. സോ അതാണ് യഥാർത്ഥത്തിലെ പുഷപ്പ്. സോ കുഞ്ഞുങ്ങളല്ലേ, എന്നാലും ഒരുത്തം മാത്രം നല്ല കിടുക്കാച്ച രീതിക്ക് ചെയ്ത് കേട്ടോ. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇപ്പോഴേ അവർക്ക് പുഷപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരുവിധം അറിയാം. ഞാൻ എന്റെ ചെറുപ്പം മുതൽ ഈ പുഷപ്പ് ലോങ്ങപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെ ഈ 3 പേരെ വെച്ച് ഞാൻ നോക്കിയപ്പോൾ അവർ ആവുന്നത് പോലെ ഇപ്പോഴേ ചെയ്തു തുടങ്ങുന്നുണ്ട്. എന്തായാലും നന്നായി. ഞാൻ ഗേൾസിന്റെ അടുത്ത് നിന്നപ്പോഴേക്കും വേറെ ഒരു ട്രിക്കാണ് ഞാൻ എടുത്തത്. ഒരു ചെറിയൊരു പസിൽ ഗെയിം പോലെ, ഒരു സീക്രട്ട് പസിൽ. എന്തായാലും ആ 3 പേരിൽ 2 പേര് ഉത്തരം നൽകി. എനിക്ക് തന്നെ ഡൗട്ടായിരുന്നു ഉത്തരം നൽകുക എന്ന്. പക്ഷെ എന്താണെന്നറിയില്ല, അവർ കറക്റ്റായിട്ട് തന്നെ അത് കൊടുക്കുകയും ചെയ്തു കേട്ടോ. കൊഞ്ഞണം കുത്താൻ പറഞ്ഞപ്പോൾ എന്താണെന്നറിയില്ല, അവർക്ക് എല്ലാവർക്കും കറക്റ്റായിട്ട് അറിയാം. എല്ലാവരും ഒരുമിച്ച് തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഹലോ, അങ്ങനെ ഉച്ച സമയമായി, എല്ലാവർക്കും ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ട്. എല്ലാവരും അത് കഴിക്കാൻ പോയാണ്. അത് തന്നെ ഭയങ്കര ഫണ്ണിയാണ് കേട്ടോ, ഇവർ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും കണ്ടിട്ടൊക്കെയാണ് കേട്ടോ അവർ ഫുൾ ഭക്ഷണം തന്നെ കഴിക്കുന്നത്. ഇവരുടെ മെയിൻ ലഞ്ചാണ് ചോറ് സാമ്പാർ. എന്റെ ഫേവറേറ്റ് കറി വെജിറ്റേറിയനിൽ അത് സാമ്പാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരാൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ തന്നെ സ്പൂണിൽ കോരി കൊടുത്തു. അപ്പോഴേക്ക് നല്ലപോലെ കഴിച്ചു കേട്ടോ. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെക്കാളും കുറച്ചുകൂടെ മുതിർന്ന കുട്ടികളാണ്. സോ അതുകൊണ്ട് അവർ വീട്ടിൽ നിന്നാണ് കേട്ടോ ഓരോരോ ഭക്ഷണം കൊണ്ടുവരുന്നത്. അപ്പൊ ഇവനാണ് എന്റെ കഥയിലെ നായകൻ. ഇവൻ പെട്ടെന്നാണ് പുഷപ്പ് അടിച്ചത്, ഇവൻ പെട്ടെന്നാണ് ഫുഡും കഴിച്ചത്. അതുപോലെ ഇവനൊരു ജിം ബോയ് ആകാനാണ് ചാൻസ്. പിന്നെ ഇവന്റെ ആറ്റിറ്റ്യൂഡിൽ ഇവനൊരു സിഗ്മയുമാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ ഈ മഴ ഉള്ളല്ലോ, അപ്പോൾ ഇങ്ങനെ ചാടി പല സമയത്ത് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ കുട ഇപ്പോൾ ഞാൻ മറന്നു പോകും. പിന്നെ ആരെങ്കിലും ചിലപ്പോൾ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എപ്പോഴും എനിക്ക് പ്രശ്നങ്ങളാണ്. ഈ കുട കൊണ്ടുപോയാൽ കുട എൻ്റെ ബാഗിൽ വാഴത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നു ടോട്ടൽ ഞാൻ 3-4 കുടകൾ എന്നാണ്ട് ഞാൻ സ്കൂളിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്. കുട്ടികളാണെങ്കിൽ പിന്നെ ഒത്തൊരുമയുടെ കൂടെ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ അടുത്ത മാസ്റ്റർ പീസ്, വെള്ളം വായിൽ വെച്ച് ചീറ്റിക്കുന്ന പരിപാടി. പണ്ട് ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് WWE പരിപാടി കാണുന്നുണ്ട്. അതിൽ ട്രിപ്പിൾ എച്ചിന്റെ മെയിൻ കാര്യമാണ് ഈ ഒരു സംഭവം. ഈ ഒരു സംഭവം എന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ ഒരു കൂട്ടുകാരനാണ്. കൈ കഴുകാൻ പോകുമ്പോൾ ഞങ്ങളുടെ മെയിൻ കാര്യമാണ് ഈ ഒരു സംഭവം. അത് ഞാൻ വീണ്ടും എടുത്തിരിക്കുകയാണ്. Go to your classes. Come on. Get up. Come on. Get in. Go to your classes. ഏതോ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനിൽ എന്നോടൊരു 15 ബലൂൺ വീർപ്പിച്ചേക്കെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം തന്നത്. അതിൽ ആ 15 എണ്ണം ഞാൻ പൊട്ടിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉള്ളത് കൊണ്ട് കുറച്ച് കാറ്റേ ഞാൻ അടിച്ചുള്ളൂ. ഞാൻ ആ കാര്യം പറഞ്ഞപ്പോഴേക്കും പിള്ളേർ നേരത്തെ എന്നെ കാതുപൊത്താൻ തുടങ്ങി കേട്ടോ. പക്ഷെ എന്താണെന്ന് അറിയില്ല, പൊട്ടിയില്ല. എന്നെ പിന്നെ അതിശയിപ്പിച്ചൊരു കാര്യമാണ്, ഒരു കാര്യമില്ലാതെ എന്റെ പേര് വിളിച്ചുകൊണ്ട് തെക്കും വടക്കും കുട്ടികൾ ഇങ്ങനെ നടക്കും. എന്താണെന്ന് ഞാൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയും ചെയ്യും. ആഹാ, ഞാനിടുന്ന ഫോട്ടോസെല്ലാം ഇവരെവിടെയൊക്കെയോ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും കുട്ടികളുടെ ചെറിയ ചെറിയ വയലൻസുകൾ സൃഷ്ടിച്ചു തുടങ്ങി. അത് കേട്ട് തന്നെ കോമഡി. എന്നെ മുടി പിടിക്കുക, എന്നെ കടിക്കുക. പക്ഷെ കടിക്കുന്നെന്ന് വെച്ചാൽ എൻ്റെ ജീൻസിലെ ഭാഗത്താണ് കടിക്കുന്നത്, പക്ഷെ എൻ്റെ ശരീരത്തിലല്ല. പിന്നെ മുടി പിടിക്കുന്നത് നല്ല മസാജായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ക്ലാസ്സിൽ പോയി. എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഞാൻ ആവുന്ന വിധം ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. അവരുടെ മനസ്സിലുള്ള ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്തക്കാളും വളരെ വലിയ ചോദ്യങ്ങളൊക്കെയാണ്. ആകാശത്തിലൂടെ പ്ലെയിൻ എങ്ങനെയാണ് പോകുന്നത്, വണ്ടിക്ക് എത്ര പെട്രോൾ അടിക്കണം എന്നൊക്കെ പറഞ്ഞ് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം പിന്നെ അവരുടെ സ്നാക്സ് ടൈം ആയി കേട്ടോ. ഗ്രേപ്സ്, ബിസ്ക്കറ്റ്, കേക്ക്സ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ആസ്വദിച്ച് പതുക്കെയൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം സമയമായപ്പോൾ എല്ലാവരും വീട്ടിലേക്ക് പോകാൻ പോയി. എന്നോട് എല്ലാവരും ടാറ്റ പറയാൻ തുടങ്ങി കേട്ടോ. അതൊരു 1.5 ടാറ്റ പറച്ചിലാണ് കേട്ടോ. അതെ, നിങ്ങളൊന്ന് വിടുവോ? ഞാനൊന്ന് പൊക്കോട്ടെ. ഒരു ഹായ് കാണിച്ചേടാ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പോകാൻ പോയപ്പോഴേക്ക് പിള്ളേർ എന്നെ പിടിച്ചു നിർത്താൻ തുടങ്ങി. പോകണ്ട എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ കുറച്ചു നേരം കൂടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പോകാൻ പോകുമ്പോഴേക്കും ഇവരെ ലാസ്റ്റ് ഒരു ഗെയിമാണ് കൈകോർത്ത് പിടിച്ച ഈ ഒരു ഗെയിം. അതുകൂടെ ഞാൻ കണ്ടിട്ടാണ് കേട്ടോ പോയത്. ഞാൻ ഇറങ്ങാൻ പോയപ്പോൾ ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരിക, നാളെ വരുമോ, ഇന്ന് വരുമോ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളായി. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കളിച്ചുണ്ടൊക്കെ ഇരിക്കും, ഞാൻ ചായ കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി.
എന്തായാലും ഈ ഒരു ദിവസം എനിക്ക് ഒരുപാട് സന്തോഷം. ഒരു പാതി ദിവസം വരെ കുട്ടികളുടെ കൂടെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ആ ഒരു ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. വൈകുന്നേരം ആയതുകൊണ്ട് റോഡ് ആകെ റഷായിരിക്കുകയാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ദൂരത്ത് പോയിട്ട് വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും എന്റെ ശുഭദിനം. അപ്പൊ ടാറ്റാ, ബൈ.